ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഫ്രൈഡേ ഡിന്നർ ടൈമാണ് കേട്ടോ. ഈ ഒരു ദിവസം മാത്രമാണ് ഞങ്ങൾ നാലുപേരും ഒരുമിച്ചിരുന്ന് ഡിന്നർ കഴിക്കുന്നത്. സാധാരണ ഞാനൊരു 5:36 ആകുമ്പം ഡിന്നർ കഴിച്ചിട്ടുണ്ടാവും. പിന്നെ കുട്ടികളും ഹസ്ബൻഡും ഒക്കെ അവരുടെ ടൈമിനനുസരിച്ച് പല സമയത്തായിരിക്കും കഴിക്കുക. അപ്പോൾ ഫ്രൈഡേ നമ്മൾ ഒരുമിച്ച് കഴിക്കുന്ന ദിവസം ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാവും. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് കങ് പൗ ചിക്കനാണ് കേട്ടോ. ചപ്പാത്തിയും കങ് പൗ ചിക്കനും. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ സവോള, റെഡ് ബെൽ പെപ്പർ അല്ലെങ്കിൽ ക്യാപ്സിക്കം, ഇഞ്ചി, വെളുത്തുള്ളി, സ്പ്രിംഗ് ഒണിയൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. റെഡ് ക്യാപ്സിക്കത്തിന് പകരം ഗ്രീൻ ആയാലും കുഴപ്പമില്ല, പക്ഷേ കങ് പൗ ചിക്കനിൽ സാധാരണ റെഡ് ക്യാപ്സിക്കം ആണ് യൂസ് ചെയ്യുന്നത്. സവോളയും ക്യാപ്സിക്കവും നമുക്ക് ഇതുപോലെ ചെറിയ ക്യൂബ്സായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കണം. ഇതിൻ്റെ കൂടെ സുക്കീനി എന്ന് പറഞ്ഞൊരു വെജിറ്റബിൾ ഉണ്ടല്ലോ, അതും യൂസ് ചെയ്യും കേട്ടോ. സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ കിട്ടുമ്പോൾ അതിനകത്ത് ഈ കങ് പൗ ചിക്കനിൽ സുക്കീനി ഉണ്ടാവും. പക്ഷെ അത് നമുക്ക് എല്ലാ വെജിറ്റബിൾ കടകളിലും കിട്ടുന്നൊരു സാധനമല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ ഈ സ്പ്രിംഗ് ഒണിയൻ ഇങ്ങനെ അതിൻ്റെ വൈറ്റും ഗ്രീനും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് വയ്ക്കണം. വൈറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്യുക. ഇതിൻ്റെ കൂടെ കുറച്ച് സെലറിയും കൂടി വേണമെങ്കിൽ ചേർക്കാവേ. സെലറി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. സാധാരണ ഈ ചൈനീസ് ഡിഷസിലൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് സെലറി. പക്ഷേ അതും ഈ പറഞ്ഞ പോലെ നമുക്കങ്ങനെ എല്ലാ വെജിറ്റബിൾ ഷോപ്സിലും കിട്ടുന്നതല്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒഴിവാക്കിയത്. അപ്പോൾ ഇതുപോലെ വൈറ്റെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചു. ഇനി സ്പ്രിംഗ് ഒണിയൻ്റെ ഗ്രീൻ ഇതുപോലെ കുറച്ച് നീളത്തിന് കുറച്ച് വലിയ പീസസ് ആയിട്ട് കൂടി കട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ വേണ്ടത് വറ്റൽമുളക്. സാധാ എരിവുള്ള വറ്റൽമുളക് തന്നെയാണ് കേട്ടോ, കാശ്മീരി മുളകല്ല. അതൊരു 10-12 എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ വേറെ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഈ വറ്റൽമുളകിൻ്റെ ചെറിയൊരു എരിവ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതിൻ്റെ ഉള്ളിലുള്ള സീഡൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം ആദ്യം. അപ്പോൾ ഈ കങ് പൗ ചിക്കൻ സാധാരണ ചൈനീസ് ഡിഷസിനേക്കാളും കുറച്ചും കൂടെ ഒരു എരിവ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി ഒരു മധുരം കൂടുതലായിട്ട് നിൽക്കുന്ന ഒരു ഡിഷല്ല. അപ്പോൾ അതുകൊണ്ട് വറ്റൽമുളക് ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ രണ്ടായിട്ട് മുറിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള സീഡെല്ലാം നമുക്കൊന്ന് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ മുളക് മാത്രം നമുക്ക് യൂസ് ചെയ്താൽ മതി, സീഡെല്ലാം കളയാം. ഞാനിവിടെ 3/4 കിലോ ബോൺലെസ് ചിക്കൻ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കങ് പൗ ചിക്കനിൽ നോർമലി ബോൺലെസ് ചിക്കനാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് ബോൺലെസ് ചിക്കൻ അവൈലബിൾ അല്ലെങ്കിൽ എല്ലോട് കൂടിയ വിത്ത് ബോൺ ചിക്കൻ എടുക്കാം. അതും ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ചില്ലി ചിക്കനൊക്കെ കട്ട് ചെയ്യൂലേ, ആ ഒരു സൈസിൽ കട്ട് ചെയ്ത് വയ്ക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇനി 1.5 ടീസ്പൂൺ സോയ സോസ് ഒഴിക്കാം. ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഡാർക്ക് സോയ സോസാണ്. ലൈറ്റ് സോയ സോസ് ആണെങ്കിൽ ഒരു 2-2.5 ടീസ്പൂണൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. സോസിലും ഉപ്പുണ്ടാവും, അപ്പോൾ അത് നോക്കി ചേർക്കണം. ലാസ്റ്റ് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് സോഡ മസ്റ്റായിട്ടും ചേർക്കണം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ചെറിയൊരു കോട്ടിങ് മതി. സാധാരണ നമ്മൾ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പം ബാറ്ററിൽ മുക്കിയാണല്ലോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. എന്നാൽ നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യുന്നില്ല, പാനിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു കോട്ടിങ്ങിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ അത് മാരിനേറ്റ് ചെയ്ത് വെക്കണമെന്നില്ല. നമുക്ക് ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ പാൻ റോസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ നന്നായി മിക്സ് ചെയ്തു. ഇനി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ മതി കേട്ടോ. ഒരു 2-3 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഈ ചിക്കൻ ഇട്ട് ആദ്യം നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. ആ ചിക്കൻ്റെ മേളിൽ ഇങ്ങനെ ചെറിയൊരു വൈറ്റ് കളർ പോലെ വരുമല്ലോ, ആ ഒരു പരുവം വരെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഇളക്കി വേവിച്ചെടുത്താൽ മതി. ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടണം. ചെറിയ പീസസാണ്, പിന്നെ ഇത് ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് വേവുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ചെറിയ തീയിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കുറച്ച് വെള്ളം വരും കേട്ടോ ചിക്കനെന്ന്. വിത്ത് ബോൺ ചിക്കൻ ആണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റി കുറച്ചൊരു ചെറിയ ബ്രൗൺ കളറ് വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ കുറച്ച് എണ്ണയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. കാരണം അതിനകത്തുള്ള ഒരു ഈർപ്പമൊക്കെ ഒന്ന് മാറിയിട്ട് ചെറിയൊരു ബ്രൗൺ കളർ പോലെ ചിക്കന് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി വേറൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. 1-2 ടീസ്പൂൺ എണ്ണ, 1-1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ലേ അതും, സവോള ക്യൂബ്സായിട്ട് കട്ട് ചെയ്തതും, വറ്റൽമുളകിൻ്റെ സീഡ് മാറ്റിയിട്ട് ഒരു 12 ഉണ്ടാവും, അതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഒത്തിരി സവോളയൊന്നും ഒരുപാട് സോഫ്റ്റ് ആവേണ്ട ആവശ്യമില്ല. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ച ചുവ മാത്രം മാറിയാൽ മതി.
ഇതുപോലെ ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചത്, ഗ്രീൻ ക്യാപ്സിക്കം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും, സുക്കീനി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാവേ. പിന്നെ മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റാണ് കപ്പലണ്ടി പീനട്ട്സ്. നമുക്ക് സാധാരണ ഈ സ്നാക്കായിട്ട് കഴിക്കാനൊക്കെ വാങ്ങാൻ കിട്ടില്ലേ, തൊലിയില്ലാത്ത കപ്പലണ്ടി, അത് ചേർത്ത് കൊടുക്കുക. അത് മസ്റ്റാണ് കേട്ടോ. അത് ചേർത്ത് കഴിയുമ്പോൾ തന്നെ ആ ഒരു പ്രത്യേക മണമാണ്. അപ്പോൾ കാങ് പോ ചിക്കനിൽ പീനട്ട്സ് ഒരിക്കലും ഒഴിവാക്കരുത്. എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ ക്യാപ്സിക്കം ഒന്നും ഒരുപാട് വേവണ്ട, ചെറുതായിട്ടൊന്ന് വാടിയാൽ മാത്രം മതി. ചൈനീസ് ഡിഷസിലൊക്കെ വെജിറ്റബിൾസ് ഒന്നും സവാള ആയാലും ഒത്തിരി അങ്ങനെ സോഫ്റ്റായി വേവത്തില്ല, ചെറുതായിട്ടൊന്ന് വാടത്തേ ഉള്ളൂ. ഇത് നമ്മൾ പിന്നെ ഇനി ഒത്തിരി സമയം അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ചേർക്കാനായിട്ട് നമുക്കൊരു സോസ് റെഡിയാക്കണം. അപ്പോൾ ഒരു ബൗളിലോട്ട് 1 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയ സോസ്, 1 ടേബിൾ സ്പൂൺ വൈറ്റ് വിനീഗർ, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പഞ്ചസാര അല്ലെങ്കിൽ ഹണി, ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് വയ്ക്കുക. സാധാരണ ഈ കാങ് പോ ചിക്കനിൽ ടൊമാറ്റോ സോസ് യൂസ് ചെയ്യാറില്ല, പക്ഷേ ഞാൻ ഈ ഒരു സോസിലോട്ട് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട്. പക്ഷേ ടൊമാറ്റോ സോസിൻ്റെ അളവ് കൂടരുത്, വളരെ കുറച്ച് ചേർത്താൽ മതി. ഒഴിവാക്കിയാലും കുഴപ്പമില്ല, നോർമലി യൂസ് ചെയ്യാറില്ല. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ നമ്മൾ മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നതാണ്, അതിനകത്തേക്ക് ഈ ഒരു സോസ് ഒഴിച്ചു കൊടുക്കുക. ഇനി തീ കൂട്ടിയിട്ട് കൊടുക്കണം കേട്ടോ. ചൈനീസ് കുക്കിങ്ങിൽ എപ്പോഴും ഫ്ലെയിം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് സോസ് ചേർത്ത് നല്ല പോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കഴിയുമ്പം സോസിൻ്റെ അളവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് കുറച്ചും കൂടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ കറക്റ്റ് ഒരു അളവൊന്നും നോക്കേണ്ട ആവശ്യമില്ല, നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ സ്പ്രിംഗ് ഒണിയൻ്റെ ഗ്രീൻ നമ്മൾ വലിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നതും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ കാങ് പോ ചിക്കൻ റെഡി. ഇതിനകത്ത് ചിക്കൻ ഫ്രൈ ചെയ്തപ്പോഴും സോസിലും ഒക്കെ ഉപ്പുള്ളതുകൊണ്ടാണ് എക്സ്ട്രാ ഉപ്പ് പിന്നെ ചേർക്കാത്തത്. നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് വേണമെങ്കിൽ ഉപ്പും കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് കേട്ടോ. നമുക്ക് റെഡി ആക്കുമ്പോൾ മനസ്സിലാവും, വീഡിയോ കാണുന്നേക്കാളും ഉണ്ടല്ലോ, പെട്ടെന്ന് ഈ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഫ്രൈഡ് റൈസിനും ചപ്പാത്തിക്കും ഒക്കെ നല്ലൊരു സൈഡ് ഡിഷാണ്. ട്രൈ ചെയ്ത് നോക്കണം.